അമ്മയ്ക്ക് എന്നോട് ദേഷ്യാണോ? അമ്മ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നേ? അതെനിക്കറിയില്ല. എന്നോട് ദേഷ്യപ്പെടാനും വെറുക്കാനുള്ള കാര്യങ്ങളല്ലേ ഞാൻ അറിയാതെ തന്നെ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചേച്ചിക്ക് അറിയാവുന്ന കാര്യമല്ലേ? അപ്പോഴൊക്കെ നിന്നോട് ദേഷ്യപ്പെടാനും ഒറ്റപ്പെടുത്താനും ഒന്നും അമ്മ ആഗ്രഹിച്ചിട്ടില്ല. ചില നേരത്തെ അമ്മയ്ക്ക് എന്നോടുള്ള പെരുമാറ്റം കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നത് ചേച്ചി. അതൊക്കെ നിന്റെ തോന്നല. വന്ദനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന അമ്മയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സമയമില്ലേ, നീ കുട്ടിയും കൊണ്ട് പോവാൻ നോക്ക്. മോളെ, നിനക്കിപ്പോ എന്താ അമ്മയെക്കുറിച്ച് അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? ഞാൻ പറഞ്ഞല്ലേ, എന്നെ തളർത്താനുള്ള വഴികളാ ഒളിഞ്ഞും തെളിഞ്ഞും ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കെതിരെ നടക്കുന്ന ചതികളെല്ലാം വളരെ കഴിഞ്ഞ ഞാൻ അറിയുന്ന. ഇപ്പോ പുതിയ പ്രശ്നം വല്ലതും നടന്നോ എന്ന ഭയം കൊണ്ടാണ് ഞാൻ ചോദിച്ചു പോയത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പിറകെ മറ്റൊന്ന്. പ്രമാണം കാണാനില്ല, അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നു, ഗർഭം കലങ്ങുന്നു, അങ്ങനെ 100 കാര്യങ്ങൾ. ഏത് സമയത്തും അടുത്തത് നടക്കുന്നുള്ള അവസ്ഥ. കഷ്ടകാലം ഒഴിഞ്ഞൊരു നേരമില്ല. ചിലപ്പോ തോന്നുന്നു ചത്ത് കളഞ്ഞാലോ ഒന്ന്. മോളെ, പിന്നല്ലാതെ എപ്പോഴും എന്ന് പഴി കേൾക്കാൻ ഞാൻ എന്ത് തെറ്റാ അമ്മേ ചെയ്തേ? മടുത്തു. ഹരിതയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് വന്ദനയാണെന്ന് പറഞ്ഞത് വന്ദനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചിരിക്കുക. അതിന്റെ വിഭ്രാന്തിയാ പാവം കാണിക്കുന്നതൊക്കെ. അറിയാം. അവളുടെ ഇപ്പോഴത്തെ ബലവും വിശ്വാസമൊക്കെ അമ്മയായ ഞാൻ മാത്രം. ഞാനും വൈകാതെ കൈവിട്ട് കളയുമെന്ന് അവളുടെ പേടി. ഇല്ല സുചിത്രേ, സുഖത്തിലും ദുഃഖത്തിലും ഞാൻ വന്ദനയ്ക്കൊപ്പം ഉണ്ടാവും. എന്റെ കുട്ടിയെ ഞാൻ കൈവിടില്ല. അവളുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനൊരു മോളെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം.